KSRTCയിൽ മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം എന്നും സർജിക്കൽ സ്ട്രൈക്കാണ്. കഴിഞ്ഞ ദിവസം അതിഗംഭീരമായ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് KB ഗണേഷ് കുമാർ നടത്തിയത്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നേരത്തെ തന്നെ KSRTCയുടെ കൺട്രോൾ റൂം കോൾ സെന്റർ ആക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഇച്ഛ ഒക്കെ ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ നിലവിലുള്ള സംവിധാനം വെച്ച് കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. നിലവിലുള്ള സംവിധാനം ചിലരുടെ വിശ്രമ സങ്കേതമായി കൺട്രോൾ റൂം ഉപയോഗിക്കുന്നുവെന്ന പരാതി മന്ത്രിക്ക് നേരിട്ട് പലതവണ ലഭിച്ചിരുന്നു. മന്ത്രിക്ക് അറിവുള്ള കാര്യവുമാണ്. കൺട്രോൾ റൂമിൽ സാധാരണ നിയമിക്കപ്പെടുന്നത് ഈ അപകടം പറ്റി അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് നേരെ ചൊവ്വേ ബസ്സിനകത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കണ്ടക്ടർ ജോലിയോ അല്ലെങ്കിൽ മറ്റ് ജോലി കായിക അധ്വാനം വേണ്ടിവരുന്ന ജോലികളോ ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരുണ്ട്. അത്തരം ജീവനക്കാരെ കണ്ടെത്തി മെഡിക്കൽ ബോർഡിന് ശുപാർശ ഉള്ള അത്തരം ജീവനക്കാരെ കണ്ടെത്തി അവരെ ലൈറ്റായിട്ടുള്ള ജോലികൾ കൺട്രോൾ റൂമിലോ അല്ലെങ്കിൽ മറ്റ് ജോലികൾക്ക് നിയോഗിക്കുക KSRTCയിൽ പതിവാണ്. അങ്ങനെ ഉള്ള ഒരു സങ്കേതമായിരുന്നു കൺട്രോൾ റൂം. അവിടെ 15 കണ്ടക്ടർമാരെയാണ് നിയോഗിച്ചിരുന്നത്. ഈ 15 കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും 15 പേരും ഇങ്ങനെ ഉള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ശുപാർശയൊക്കെ അനുസരിച്ചാണ് വന്നതെന്ന്. പക്ഷേ വിരലിൽ എണ്ണാവുന്നവർ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ താവളമടിച്ചത് ആരൊക്കെയാണ്? യൂണിയൻ നേതാക്കളുടെ സിൽബന്ദികൾ അല്ലെങ്കിൽ യൂണിയൻ നേതാക്കൾ തന്നെ. അവർക്ക് പണിയെടുക്കാതെ മേലനങ്ങാതെ ഇങ്ങനെ വന്ന് ഇരിക്കണം. ഇവിടെ ആകുമ്പോൾ 10 ഫോൺ വെച്ചിട്ടുണ്ട്. അവിടെ 10 ഫോണിലും റിങ് ചെയ്താൽ ഒരു ഫോണും ആരും എടുക്കില്ല. പിന്നെ വാട്സപ്പിൽ വരുന്ന പരാതികൾ നമുക്കറിയാം. ബസ്സിന്റെ പിന്നിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിയായിട്ടാണോ, നിങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് വീഡിയോ അയച്ചു കൊടുക്കൂ എന്നൊക്കെ എഴുതിയിട്ടില്ലേ. അങ്ങനെയുള്ള പരാതികൾ നിരവധി KSRTCയിൽ വരും. സ്വകാര്യ ബസ്സിന് കിട്ടുന്ന പരാതികൾ മുതലാളിക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും സ്നേഹിതൻ രജനീഷ് കൂടി യാത്ര ചെയ്യുമ്പോൾ ബസ്സിന്റെ പുറകിൽ, പ്രൈവറ്റ് ബസ്സിന്റെ പുറകിൽ ഇങ്ങനെ ബോർഡ് കണ്ടു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർബന്ധമാണ് അങ്ങനെ ഒരു പരസ്യം ഒട്ടിക്കണമെന്ന്. ആ സ്റ്റിക്കറിനകത്ത് എഴുതിയിട്ടുണ്ട് ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ സർക്കാർ സംവിധാനങ്ങളുടെ നമ്പർ അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ KSRTCയുടെ ഈ കൺട്രോൾ റൂമിലുള്ള വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. നിരവധി പരാതികൾ, KSRTC ഡ്രൈവർമാരെ കുറിച്ച് പരാതി ഉണ്ടാകാതിരിക്കാൻ തരമില്ലല്ലോ. എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നതെന്ന് നമ്മളൊക്കെ ബസ്സിനകത്തിരിക്കുമ്പോഴും ബസ് വരുന്നത് കാണുമ്പോഴും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. ഗണേഷ് കുമാർ തന്നെ മൂക്കത്ത് കൈവച്ച ചില അപകടങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾക്ക് പരിഹാരം കാണുന്നില്ല, പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മന്ത്രി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന വണ്ണം അവിടേക്ക് വിളിച്ചത്. മന്ത്രി തന്നെ നേരിട്ട് യാത്രക്കാരനെന്ന വ്യാജേന അവിടെ വിളിച്ചു. അവിടെ വിളിച്ചപ്പോൾ തദൈവ എങ്ങനെ ഇരിക്കണമെന്നായി മന്ത്രി കരുതി ഇത് യുവമാരും ഫോൺ എടുക്കുന്നില്ല, ഉത്തരം പറയുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ 1000 ഇങ്ങോട്ട് ഒരു സൗമ്യതയില്ല, പെരുമാറ്റത്തിൽ യാതൊരു കാരുണ്യവുമില്ല. വിളിക്കുന്ന യാത്രക്കാരൻ അന്നത്തോടുകൂടി വിളി മതിയാക്കും. ആ തരത്തിലാണ് ഇവരുടെ പെരുമാറ്റം. ആദ്യം 9 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം മാറ്റി, പറഞ്ഞൊന്നും വിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അതാത് മദർ ഡിപ്പോകളിൽ പോകൂ, ആറ്റിങ്ങിലുള്ള ആൾ ആറ്റിങ്ങളിൽ തന്നെ പോയിട്ട് പഴയ പണി തന്നെ ചെയ്തോളൂ എന്ന തരത്തിൽ ഉത്തരവ് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരവിറക്കി. കഴിഞ്ഞ ദിവസം 5 പേർക്ക് കൂടി, അങ്ങനെ ടോട്ടൽ 15 പേരെയും അവിടെ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് മാറ്റി. എന്നിട്ട് ടെൻഡർ ക്ഷണിക്കാൻ നേരത്തെ ധാരണയായതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ, അതായത് യൂണിയൻ നേതാക്കളാണ് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്, ഗ്രസിച്ചിരിക്കുന്നത്, വേരാഴ്ത്തിയിരിക്കുന്ന യൂണിയൻ നേതാക്കളാണ്. യുവമാരോട് പറയുകയാണ് ഇവിടെ സ്വകാര്യവൽക്കരിക്കാൻ പോകുകയാണ്, നിങ്ങൾ ഇറങ്ങി പോകൂ എന്ന് പറഞ്ഞാൽ ഇവർ നാളെ കൊടികുത്തി അതിനെതിരെ സമരം ചെയ്യും. പക്ഷേ യുവമാരെ കൈയോടെ പിടിച്ച് ശിക്ഷാ നടപടി എന്നോണം മാറ്റി നിർത്തിയപ്പോൾ അവന്മാർ കൃത്യമായി ഒഴിവായി പോയി. അവിടെ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. കോൾ സെന്റർ ആകുന്നു കൺട്രോൾ റൂം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള പ്രധാന കൺട്രോൾ റൂം എന്ന് പറയുന്നത് കോൾ സെന്ററായി മാറുന്നു. KSRTCയുടെ എല്ലാ വിഭാഗ പരാതികളും പരിഭവങ്ങളും ഒക്കെ വിളിച്ചറിയിക്കാൻ പറ്റുന്ന, എല്ലാ വിവരങ്ങളും തിരക്കാൻ പറ്റുന്ന ഒരു കോൾ സെന്ററായി മാറുകയാണ്. അതിന്റെ ചുമതല സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാൻ പോവുകയാണ്. സ്വകാര്യ ഏജൻസിക്ക് വേണ്ടി ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതൊരു തന്ത്രം, അതായിരുന്നു ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് ഞാൻ പറഞ്ഞു. ഇനി അവിടെ നിയമിക്കാൻ പോകുന്ന ആളുകൾ കൃത്യമായി ഒരു തൊഴിലാളി യൂണിയന്റെയും പിന്തുണയൊന്നും വേണ്ട, ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട, മെഡിക്കൽ ബോർഡിന്റെ റെക്കമെൻഡേഷനുള്ള ഉദ്യോഗസ്ഥർ. ഒരുപാട് സുഖമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ പലരും ശമ്പളമില്ലാതെ അവധിയിൽ പോയിട്ടുണ്ട്. കാരണം ജോലി ചെയ്യാൻ പറ്റാത്തത് മറ്റൊന്നുമല്ല, കൈകാലുകൾ ഒടിഞ്ഞവരുണ്ട്, ആക്സിഡന്റ് പറ്റി കമ്പിയിട്ടിരിക്കുന്നവരുണ്ട്, ഹൃദയാഘാതം വന്ന് ഈ കഠിനമായ ജോലികൾ ചെയ്യരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ആളുകളുണ്ട്. അങ്ങനെ പലവിധ രോഗങ്ങൾ കൊണ്ട് വലയുന്ന KSRTC ജീവനക്കാരെ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശ അനുസരിച്ച്, ടൈം അനുസരിച്ച്, ഷിഫ്റ്റ് അനുസരിച്ച് അവിടെ നിയോഗിക്കാനാണ് പുതിയ തീരുമാനം. അതാണ് ഞാൻ പറഞ്ഞത്. KB ഗണേഷ് കുമാർ വന്നതോടുകൂടി KSRTCയിൽ ദിനംപ്രതി സർജിക്കൽ സ്ട്രൈക്കാണ്. ഇത് കൺട്രോൾ റൂമിലെ സർജിക്കൽ സ്ട്രൈക്ക്
ഉദാസീനരായി അവിടെ വന്നിരുന്ന് വിശ്രമ കേന്ദ്രമാക്കി മാറ്റി ഒരു പണിയും എടുക്കാതെ മെയ്യനങ്ങാതെ ശമ്പളം മാത്രം വാങ്ങുക, സമരം മാത്രം ചെയ്യുക എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി ദുഷ്ടലാക്കോടുകൂടി അവിടെ ഇരുന്ന എല്ലാ ഉഴപ്പന്മാരെയും അലസന്മാരെയും തൂക്കി ദൂരെ കളയാൻ വേണ്ടിയാണ് ഗണേഷ് കുമാർ ഇങ്ങനൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്.